നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്കായി എത്തിയ നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. നെഞ്ചുവേദനയാണെന്ന് അറിയിച്ചിട്ട് പോലും ക്യൂവിൽ നിൽക്കാൻ നിർദ്ദേശിച്ചെന്നും അരമണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷം രാജേഷ് കുമാർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. സ്ഥലത്ത് നേരിയ സംഘർഷമുണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. സ്വാന്തന സാജു നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വാന്തന, മണിക്കൂറുകളായി സ്വാന്തന നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? സാധാരണഗതിയിൽ ഈ നെഞ്ചുവേദന എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ അവർക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അവരെ ക്യൂവിൽ നിർത്തോട്ടും ശരിയായ കാര്യമല്ല. അത്രയേറെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അരമണിക്കൂർ ക്യൂവിൽ നിന്ന് ഉടനെ തന്നെ കുഴഞ്ഞു വീണുകയും മരണം സംഭവിക്കുകയും ചെയ്ത്. എന്താണ് ഇവിടെ ഉണ്ടായത്? സ്വാന്തന മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ ഒരു ചെറിയ സംഘർഷം അവിടെ കണ്ടിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? അഷാസ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ചികിത്സ വൈകിപ്പിച്ചതിനു പിന്നാലെ തന്നെ രോഗിക്ക് മരണം സംഭവിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഇവിടെ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ പ്രതിഷേധവും അതിന് പിന്നാലെ തന്നെ ചെറിയൊരു സംഘർഷവും വാക്കേറ്റവും ഒക്കെ തന്നെയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ഒരു 6:45 കഴിഞ്ഞതിന് ശേഷമാണ് അഷാസ് ഈ മരണപ്പെട്ടിരിക്കുന്ന രാജേഷ് കുമാർ 52 വയസ്സുകാരനാണ്. ആശുപത്രിക്ക് അടുത്താണ് അദ്ദേഹത്തിന്റെ വീടും. അദ്ദേഹം ആശുപത്രിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റൊരു സുഹൃത്തും ഒരു ഓട്ടോയിലാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനോട് നെഞ്ചുവേദനയായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ OP ടിക്കറ്റ് എടുക്കാൻ പറയുകയാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പോയി അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ പോയി OP ടിക്കറ്റ് എടുക്കുന്നു, തിരിച്ചു വരുന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. ഡോക്ടറെ കണ്ട സമയത്ത് ECG എടുത്തിട്ട് വരാൻ നിർദ്ദേശിക്കുകയാണ്. ECG എടുക്കാൻ ചെല്ലുമ്പോഴേക്കും അവിടെയും ഇത്തരത്തിൽ ഒരു വൈകൽ ഉണ്ടാകുന്നു. കാരണം വീണ്ടും ഒരു സ്ലിപ്പ് എടുത്തിട്ട് ECG എടുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ തിരിച്ച് വീണ്ടും വന്ന് ECG എടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ കുടുംബം പറയുന്നത് ഇദ്ദേഹം നെഞ്ചുവേദനയായിട്ട് വന്നു. പ്രത്യേകിച്ച് നെഞ്ചുവേദനയായിട്ടൊരു ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളെ റെഡ് കാറ്റഗറിയിൽ പെടുത്തി ഉടൻ തന്നെ ഈ OP ടിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ആശുപത്രിക്കുള്ളിലേക്ക് കടത്തിവിടണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ ഇവിടെ വന്ന് നിൽക്കുകയും ഒക്കെ തന്നെയും ചെയ്തിരുന്നു. അങ്ങനെ മാധ്യമങ്ങൾ പ്രതികരണം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് CPM പ്രവർത്തകനായ ഒരാളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം എടുക്കുന്നു. അത് കണ്ടുവന്ന ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ പിന്നീട് വാക്കേറ്റമുണ്ടാകുകയും വലിയ തർക്കമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അത് റോഡിലേക്ക് പോയി. റോഡിൽ നിന്നും അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഇവിടുത്തെ MLA, കോൺഗ്രസിന്റെ MLA ആയ N ശക്തൻ പ്രദേശത്തേക്ക് വന്നില്ല എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുകയും അതിനുശേഷം വീണ്ടും അവിടെ റോഡിൽ വാക്കേറ്റവും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് കൃത്യമായി തന്നെ ഒരു അന്വേഷണം ഇതിൽ നടത്തും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിലവിൽ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ഈ സെക്യൂരിറ്റിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ള കാര്യം തന്നെയാണ് സൂപ്രണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ആദ്യഘട്ട നടപടി സെക്യൂരിറ്റി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിശദമായ അന്വേഷണം വേണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 52 വയസ്സ് മാത്രമുള്ള ഒരു മധ്യവയസ്കനായ മനുഷ്യനാണ്. കടുത്ത നെഞ്ചുവേദനയെ തുടർന്നാണ് വന്നത്. അദ്ദേഹത്തെ OP ടിക്കറ്റ് പോലും ചോദിക്കാതെ എത്രയും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയുമായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ അവിടെ സംഭവിച്ചത് അദ്ദേഹത്തെ ക്യൂവിൽ നിർത്തുകയാണ്. അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുകയാണ്. ആരാണ് ഉത്തരവാദികൾ? എന്താണ് സംഭവിച്ചത്? വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. തുടർ നടപടികൾ ഉണ്ടാവട്ടെ. നമുക്കിനി